السلام عليكم ورحمة الله. الحمد لله الذي أندق نوع الإنسان بالمندق الفصيح وأبدعه بشكل الصبيح. الصلاة والسلام على من أرسله بالكتاب المنعوت بوصل الخطاب وعلى آله النجباء الأمناء وأصحابه الكرماء الفضلاء ما دام البحر مائجا بالدرر والمزن هائجا بالدرر. أما بعد فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزل سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بغوا علينا وإن أرادوا فتنة أبينا. വേദിയിലുള്ള ഇരുവിഭാഗം പണ്ഡിതന്മാർ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും പഠിപ്പിച്ചു തന്ന ഏറ്റവും സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ദുആ ചെയ്യൽ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നത് ശിർക്കാണ് എന്നും അത് നരകത്തിൽ കാലാകാലം കിടക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതാണ് എന്നുമാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചു തന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്: വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, നിനക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ ദൂതന്മാർക്കും ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുള്ളത് അല്ലാഹു മാത്രമാണ്, ഞാൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് ഉത്ബോധനം നടത്താതെ, ദിവ്യബോധനം കൊടുക്കാതെ ഒരൊറ്റ ദൈവദൂതനും കടന്നുപോയിട്ടില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്നത് അല്ലാഹുവിനോട് ദുആ ചെയ്യുവാനാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ ഗാഫിറിൻ്റെ 80-ാമത്തെ വചനമാണ്. ഇവിടെ മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന, ഇബാദത്ത് അത് തന്നെയാണ് ആരാധന. ആ വാചകത്തിന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ഓതിയത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിത നിങ്ങളോട് പറഞ്ഞു തരികയാണ്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആര് അഹങ്കാരം കാണിക്കുന്നുവോ, കിബർ നടിക്കുന്നുവോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ നിന്ദ്യന്മാരായി പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നത് അവനോട് മാത്രം ദുആ ചെയ്യാനാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ ചെയ്തുകൊണ്ട് ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നതോടെ അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോടുള്ള ഇബാദത്ത്, അവനോട് ദുആ ചെയ്യുക എന്നത് അതാണ് ഹഖ്, അതല്ലാത്തത് ബാത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിശേഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ഓരോന്നെടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ. അള്ളാഹു പറയുകയാണ് ദാലിക, ആ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നും അത് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അവൻ അള്ളാഹു അവനാണ് സത്യമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ദുആ അതാണ് സത്യമായിട്ടുള്ളത്. വല്ലദീന വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവല്ലാത്തവരോടുള്ള ദുആ, അല്ലാഹുവല്ലാത്തവരോടുള്ള ദുആ, അല്ലാഹുവല്ലാത്തവരോടുള്ള ദുആ അത് ഹുവൽ ബാത്തിൽ, അത് മിഥ്യയാണ്, നിരർത്ഥകമാണ് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു വകുല്ലു മാ ഉബിദ മിൻ ദൂനിഹി തആല ഫഹുവ ബാത്തിലുൻ ലിഅന്നഹു ലാ യംലികു ദർറൻ വലാ നഫഅ. അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം അത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. കാരണം എന്താണെന്നറിയാമോ? അവയെല്ലാം ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്തവയാണ്. ലാ യംലികു ദർറൻ വലാ നഫഅ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ അവയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നത് അത് ബാത്തിലാണ്, മിഥ്യയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലെ 59 മുതൽ 63 വരെ വരുന്ന വചനങ്ങളിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ, അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂന, അല്ലാഹുവാണോ ഖൈർ, അതല്ല അവർ പങ്കു ചേർക്കുന്നവയാണോ എന്നിങ്ങനെ ചോദിച്ചതിന് ശേഷം അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വെച്ച ഓരോന്നെടുത്ത് വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു ചോദിക്കുകയാണ് അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ ഫയക്ഷിഫു സ്സൂഅ വയജഅലകും ഖുലഫാഅൽ അർള് അഇലാഹും മഅല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, പ്രയാസത്തിൽ കൊടുമ്പിരി കൊണ്ടുപോയവൻ അവൻ വിളിച്ചു ദുആ ചെയ്താൽ അവൻ്റെ ദുആ കേൾക്കുകയും ആ ദുആക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവൻ്റെ പ്രയാസം നീക്കി കൊടുക്കുകയും ചെയ്യാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? അവൻ്റെ ദുആ, ആ ദുആക്ക് ഉത്തരം നൽകി അവൻ്റെ പ്രയാസം മാറ്റിക്കൊടുക്കാൻ ആരാണുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ തൗഹീദാണ് മുജാഹിദുകൾ പറയുന്നത്. ഈ തൗഹീദാണ് അനിസ്ലാമികമെന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ഈ തൗഹീദിനെയാണ് അനിസ്ലാമികമെന്ന് പറയുന്നത്. ഈ ചെയ്ത പ്രവർത്തനത്തെയാണ് മുജാഹിദുകൾ ശിർക്ക് എന്ന് പറഞ്ഞത്. ഈ ശിർക്ക് ഇസ്ലാമികമാണെന്നാണ് ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുന്നു അമ്മ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലും കടലിലും വഴി കാണിച്ചു തരാൻ, അന്ധകാരങ്ങളിൽ വഴി കാണിച്ചു തരാൻ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. മാത്രമല്ല അള്ളാഹു ചോദിക്കുന്ന ഈ ചോദ്യം അവിടെ നിങ്ങൾ ദുആ ചെയ്താൽ, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരുണ്ട്? അല്ലാഹു അല്ലാതെ വഴി കാണിച്ചു തരാൻ ആരുണ്ട് എന്നത് ഇത് അമ്പിയാക്കൾ പഠിപ്പിച്ചതല്ലേ? ഇതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്? ഈ ദുആയല്ലേ അല്ലാഹു അല്ലാത്തവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ മുജാഹിദുകൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത് ശിർക്കിൻ പ്രവർത്തനമാണ്, നിങ്ങൾ തൗഹീദിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ലല്ലോ, പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതിനനുസരിച്ച്. മാത്രമല്ല അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വിഷയമുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതതുകും അസ്സാഅ അഗൈറല്ലാഹി തദ്ഊൻ, നിങ്ങൾക്ക് ഖിയാമത്തുണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നാൽ നിങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുമോ? അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുമോ? അല്ലാഹു പറയാണ് ബൽ ഇയ്യാഹു തദ്ഊൻ, ഇല്ല, നിങ്ങൾ അല്ലാഹുവിനോടേ ദുആ ചെയ്യുകയുള്ളൂ. ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി, അതെ, അപ്പോൾ അല്ലാഹു നിങ്ങൾ ആ പ്രയാസത്തിൽപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് അവൻ രക്ഷ നൽകുകയാണ്. ഇവിടെ മുശ്രിക്കുകളോട് പോലും അല്ലാഹു പറയുകയാണ് അവർ ശിർക്ക് വെക്കുന്നു അല്ലാഹുവിൽ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടിയിട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പെട്ടാൽ അല്ലാഹുവിനോടേ ദുആ ചെയ്യൂ എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഇനി വേറെ വർത്തമാനത്തിന് ആവശ്യമില്ല, അല്ലാഹു തന്നെ ബോധ്യപ്പെടുത്തി തരികയാണ്. അവർ അല്ലാഹുവിനോടേ ദുആ ചെയ്യുകയുള്ളൂ, ബാക്കി എല്ലാത്തിനെയും അവർ മറന്നുകളയും. അല്ലാഹു ഖുർആൻ പഠിപ്പിക്കുകയാണ്, മറന്നുകളയും. ഇനി മാത്രമല്ല അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന വസ്തുക്കൾ ആരാവട്ടെ, അതേതാളുകളും ആയിക്കോട്ടെ, ഇനി മനുഷ്യനോ കല്ലോ മരമോ ദർഗയോ എന്തോ ആയിക്കോട്ടെ, ഒരീത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർക്ക് ഉടമപ്പെടുത്താൻ കഴിയില്ല.
ഈത്തപ്പഴക്കുരുവിൻ്റെ പാട നൂതിയ തെറിച്ചു പോണ സാധനം അത്ര പോലും നിങ്ങൾ വിളിച്ചു തേടുന്നവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഇല്ല, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. ഇനി അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാലോ മൻഫഅത്തില്ല. മൻഫഅത്ത് ഉണ്ടാവണമെങ്കിൽ ഇജാബത്ത് വേണം. മൻഫഅത്തില്ല, ഇജാബത്തുണ്ട് എന്ന് എഴുതി വെക്കാമെന്നല്ലാതെ ഇജാബത്തില്ല എന്ന് റബ്ബ് പറയുകയാണ്. മാത്രമല്ല, ഇനി അവിടെ എത്തിയാലോ ഈ ആളുകൾ ദുആ ചെയ്തതെല്ലാം മറ്റവർ നിഷേധിക്കുകയും ചെയ്യും. ഇത് വിവരം ഇവിടുന്ന് പറഞ്ഞു തരാട്ടോ, പഠിച്ചോളിൻ. അല്ലാഹ് പറയാം, ഇതുപോലെ പറഞ്ഞുതരാൻ വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ പറഞ്ഞുതരാണ് അല്ലാഹു സുബ്ഹാനഹു തആല. വിശദീകരിക്കുകയാണ് റബ്ബ്. ദുആ അല്ലാഹുവിന് മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കണം, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. നബിയേ, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ നീ ആരാധിക്കരുത്, നീ വിളിച്ചു തേടരുത്, നീ ദുആ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നീ അക്രമിയായി പോകും. അതാകാതിരിക്കാനാണ് ഞങ്ങളിത് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇസ്ലാമിക വിരുദ്ധാണെന്നാ പറയാ. ഞങ്ങളിത് നിങ്ങളാകാതിരിക്കാൻ, നിങ്ങൾ ദുൽമിലാകാതിരിക്കാൻ, അക്രമികളാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ അത് ഇസ്ലാമിക വിരുദ്ധാണ്, അത് ഇസ്ലാമിലില്ലാത്തതാണ്. അള്ളാഹിൻ്റെ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ, അതല്ലേ ഞങ്ങൾ വാദത്തിൽ എഴുതിയത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ, ആ ദുആ ഇരക്കുന്ന സമ്പ്രദായം കൃത്യമായി കണ്ടുവരികയാണ്. ഇനി മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെടാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെടാൻ. എന്ത്? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, അങ്ങ് തന്നെ അങ്ങോട്ട് പറഞ്ഞേക്ക്, പ്രഖ്യാപിച്ചേക്ക്. എന്താ പറയേണ്ടത്? ഇന്നമാ അദ്ഉ റബ്ബി, അല്ലേ? കൃത്യമായിട്ട് അറിയാം. ഹസറിൻ്റെ പദമൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അല്ലേ? എന്ന് മാത്രമല്ല, വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. ഇനി അടുത്തത്, ഇനി നിങ്ങൾ എന്തെങ്കിലും കിട്ടി നിങ്ങൾ പറയാൻ നിൽക്കരുതേ. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ, ഇല്ല, എനിക്ക് റഷദുമില്ല, എനിക്ക് ദുർറും നിങ്ങൾക്ക് വേണ്ടി ഉടമപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയല്ലേ നിങ്ങൾ ഞാൻ ഉടമപ്പെടുത്തിയെന്ന്, എൻ്റെ അടുത്ത് ഉണ്ട് നിങ്ങൾ പറയല്ലേ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത് മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി മനസ്സിലാക്കാത്തതാണ് വിഷയം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കാൻ ഇതിങ്ങനെ ശക്തമായി പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. നിങ്ങളെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നിങ്ങളത് ശക്തമായി ചെയ്യുകയും വേണം. ഹബീബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരവസ്ഥ ഉണ്ടായി. ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതേ ഒരു പ്രതിസന്ധി ഘട്ടം. ആ സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹിന്റെ പ്രവർത്തനം കൂടി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ദുആ ചെയ്ത സന്ദർഭം. തദ്ഉന റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ദുആ ചെയ്ത സന്ദർഭം അള്ളാഹുവിൻ്റെ സഹായം വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി വാചികമായിട്ടല്ല, പ്രവർത്തന പദത്തിൽ കാണിച്ചു തരികയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തമ്പിയാക്കൾ മുഴുവനും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഖുർആനിലെ ഒരെണ്ണം, മരുന്നിന് വേണ്ടി ഒരെണ്ണം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തതിന് ഒരു ലഫ്ള്, ഒരു സീഗയൊന്ന് കാണിക്കൂ. ഇല്ല, കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച 100 കണക്കിന് പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ റബ്ബന തുടങ്ങുന്ന പ്രാർത്ഥന, ഏതെങ്കിലും ഒന്ന് യാ നബി അല്ലാ, യാ വലി അല്ലാ, യാ വലിയത്തല്ലാ, ഇല്ലോ, ഇല്ല, ഒരിടത്തു പോലും ഇല്ല. അത് റസൂലുള്ളാഹിനെ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു. എനിക്ക് കഴിയില്ല, നിങ്ങളോട് ഞാൻ പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്ത മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതെന്താ? ഈ പറഞ്ഞ ദുആ ചെയ്യുക എന്നതിൽ നിന്ന്, നബിയെ, ആ ഇബാദത്തിൽ നിന്ന് നിങ്ങളെപ്പോഴെങ്കിലും വ്യതിചലിച്ചു പോയാൽ, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്ത വഹ്യ് നിങ്ങൾക്കും തരികയാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, നിങ്ങളുടെ അടുത്തു നിന്നാണ് ശിർക്ക് വരുന്നതെങ്കിൽ അമൽ പൊളിഞ്ഞു പോകും, നഷ്ടകാരികളിൽ പെട്ടുപോകും. അതുകൊണ്ട് ബലില്ലാഹ ഫഅ്ബുദ്,
അള്ളാഹുവിനെ അവനെ മാത്രം നീ ആരാധിക്ക്. വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ ആയിത്തീരുകയും ചെയ്യണം. കണ്ടോ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നബി തങ്ങളുടെ ഭാഗത്ത് നിന്നാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ വരുന്നതെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് എടുക്കുന്നതെങ്കിൽ പൊളിഞ്ഞു. അതോടെ ഇത് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മുഴുവനും ഇത് ശക്തമായി പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ ആ ആളുകൾ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരാത്തവരെ, ഉത്തരം കൊടുക്കാത്തവരെ വിളിച്ചു തേടുന്നവനേക്കാളും അതല്ലായിപ്പോയതാരുണ്ട്, അതല്ലായിപ്പോയതാരുണ്ട്. വമൻ അദല്ലു, അതേ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ചോദ്യമാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തും പറയുന്നു, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ശൈഖേ മുനമ്പത്ത് ബീവി രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ, ഓച്ചറ ദാമോദരൻ ഉപ്പാപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലെങ്കിൽ തന്നെ ഗഫലത്തിലാണ്, പിന്നെ നിങ്ങളെ ഗഫലത്തിലുമായിരിക്കും, കേൾക്കൂല. അവർ അശ്രദ്ധയിലാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിൻ്റെ അടുത്തെത്തിയാൽ വൈദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവിടെ എത്തിയാലോ അങ്ങനെയോ നിങ്ങൾ ചെയ്തീനോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അവർ നിങ്ങളുടെ പ്രവർത്തനത്തെ നിഷേധിക്കും. ഇവിടെയും പിടിവള്ളിയില്ല, അവിടെയും പിടിവള്ളിയില്ല. വല്ലാത്ത ഇതിനെയായിരിക്കും അള്ളാഹു പറഞ്ഞത്, ഖസിറ ഖുസ്റാനം മുബീന, വമ്പിച്ച നഷ്ടം, വമ്പിച്ച നഷ്ടം. ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ദ്വാരക്കല്ല, അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കല്ല. അത് നിങ്ങൾ വലിയ ഉൽമാണ്, അത് ശിർക്കാണ്. നിങ്ങൾ അള്ളാഹിനെ മാത്രം ദ്വാരക്ക്. അപ്പം നിങ്ങൾക്ക് ദേഷ്യം, നിങ്ങൾ പറയണ് ഞങ്ങൾ ഇസ്ലാമികമല്ലാത്ത പ്രവർത്തനം പറഞ്ഞു കളഞ്ഞു. അനിസ്ലാമികമാണ് നിങ്ങൾ ഈ പറയുന്നത്. അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കലാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ ശക്തമായി പഠിപ്പിക്കുന്നു. അല്ലേ അല്ല, ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു നോക്കോളൂ. പ്രവാചകൻ എന്നൊരു ഹദീസ് ഞാൻ ഉദ്ധരിക്കുകയാണ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അതാ ഒരു സ്വഹാബ് ഒരാൾ വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് ഇലാമ തദ്ഉ, എന്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? റസൂലുള്ളാഹിനോട് ചോദിക്കാൻ. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അദ്ഉ ഇലല്ലാഹി വഹ്ദ, ഞാൻ അല്ലാഹുവിലേക്ക് മാത്രമാണ് ക്ഷണിക്കുന്നത്. ഏതാണ് അല്ലാഹു? അല്ലദീ ഇൻ മസ്സക ദുർറുൻ ഫദഔതഹു കശഫ അൻക. ഏതാണ് ആ അല്ലാഹു എന്നറിയുമോ? നിനക്ക് വല്ല വിപത്തും വന്നാൽ, നിനക്ക് വല്ല ദുർറുൻ വന്നാൽ, ശരിക്കും ശ്രദ്ധിക്കണം, നിനക്ക് വല്ല ദുർറും കടന്നു വന്നാൽ എന്താ പ്രയാസം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ദുർറ് എന്ന് പറയുന്നത് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദപ്രയോഗം ശ്രദ്ധിക്കൂ. അതിൻ്റെ കിറയായ പദമാണ്. സഗീറൻ ഖാന ഔ കബീറ ദിഖത്തൻ ഔ ജല്ല, എന്തുമാവട്ടെ, ചെറുതോ വലുതോ, അത് ഭയാനകമായതോ അല്ലാത്തതോ എന്തുമാവട്ടെ, നിനക്ക് വല്ല ദുരിതവും വന്നാൽ, നിനക്ക് വല്ല ദുരിതങ്ങളും ബാധിച്ചാൽ, പ്രയാസവും വന്നാൽ, ഫദഔതഹു, അപ്പോൾ നീ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അവനോട് നീ ദുആ ചെയ്യുകയാണ്. കശഫ അൻക, അത് അല്ലാഹു അവൻ നിനക്ക് മാറ്റിത്തരും, അവൻ നിനക്കതിൽ നിന്ന് രക്ഷ നൽകും. അങ്ങനെയുള്ള അല്ലാഹുവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഏയ് സഹോദരന്മാരെ, അല്ലാഹു ആരാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുമ്പോൾ സുപ്രധാനമായി പറയുന്ന വാക്ക്, നിനക്കൊരു പ്രയാസം വന്നാൽ നീ ദുആ ചെയ്താൽ ആ ദുആ കേട്ടിട്ട് നിന്റെ പ്രയാസം മാറ്റിത്തരുന്നവനാണ് അല്ലാഹ്. ഇവിടെ തർക്കമാണ്. ആ അല്ലാഹുവിനോട് ദുആ രക്കുക എന്നത് അനിസ്ലാമികമാണെന്നാണ് പറയുന്നത്. ആ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നത് അനിസ്ലാമികമാണെന്ന് വാദം എഴുതിയിരിക്കുകയാണ് ഇവിടെ. മാത്രമല്ല, മുജാഹിദുകൾ ഈ തൗഹീദ്, ഖുർആൻ പറഞ്ഞ തൗഹീദ്, അമ്പിയാക്കൾ പറഞ്ഞ തൗഹീദ്, ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ മുൻഗാമികൾ മുഴുവനും പറഞ്ഞ തൗഹീദ്, ആ തൗഹീദാണ് മുജാഹിദുകൾ ഇവിടുന്ന് വാദമായി
എഴുതിയത്. ആ വാദത്തെയാണ് അനിസ്ലാമികമെന്ന് രേഖപ്പെടുത്തിയത്. മാത്രമല്ല വീണ്ടും റസൂലുള്ള പറയുകയാണ്, വല്ലദീ ഇൻ ളലൽത ബി അർദിൻ ഖഫറിൻ ദഅൗതഹു റദ്ദ അലൈക. നീ ഒരു മരുഭൂമിയിൽ കുടുങ്ങിപ്പോയാൽ, അവിടെ നീ വഴി പിഴച്ചു പോയാൽ, അവിടെ ആ സമയത്ത് നീ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്താൽ, നീ ദുആ ചെയ്യുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് അതിനെ മടക്കി തരുകയും നിനക്ക് വഴി കാണിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല വല്ലദീ ഇൻ അസാബതുക സനത് ഫദഅൗതഹു അംബത അലൈക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിനക്കിതാ ക്ഷാമം വന്നുപോയാൽ, നിനക്ക് ക്ഷാമം വന്നുപോയി, മഴയില്ലാത്ത അവസ്ഥ വന്നുപോയി, വെള്ളമില്ലാത്ത അവസ്ഥ വന്നുപോയി, അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നുപോയി, അങ്ങനെ ഒരു ക്ഷാമഘട്ടം നിനക്ക് വരുമ്പോൾ നീ ദുആ ചെയ്യുന്നത് നബിയോടല്ല, നീ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട്. അങ്ങനെ നീ ദുആ ചെയ്താൽ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടിയതാ മരങ്ങളെ മുളപ്പിച്ചു തരുകയാണ്, നിന്റെ ആ ദുരിതം മാറ്റിത്തരുകയാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു വന്ന ആളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ അള്ളയിലേക്കല്ലേ മുജാഹിദുകൾ ക്ഷണിക്കുന്നത്, ഈ അള്ളാഹുവിനോട് ദുആ ചെയ്യാനല്ലേ മുജാഹിദുകൾ പറയുന്നത്. ദുരിതം വന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രയാസം വന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട്, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാത്തവരോട് ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി ദുആ ചെയ്യുന്ന പ്രവർത്തനത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അത് ഞാൻ ക്ഷണിക്കുന്ന മാർഗമല്ല, ഞാൻ ക്ഷണിച്ച മാർഗമല്ല. റസൂലുള്ള ക്ഷണിച്ച മാർഗം ഇസ്ലാമാണ്. റസൂലുള്ള ക്ഷണിച്ച മാർഗം ഇസ്ലാമാകുമ്പോൾ അത് പ്രയാസങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന മാർഗമാണ്. അതേ വാദത്തെയാണ് ഇവിടുന്ന് എഴുതി തയ്യാറാക്കി ചീത്ത വിളിക്കുന്ന രൂപത്തിൽ, അത് അനിസ്ലാമികമാണ്, ആ വാദം ഞങ്ങൾക്ക് വേണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷണിക്കുന്ന മാർഗം, ആ മാർഗം വേണ്ട എന്ന് എഴുതി വെക്കാൻ എന്തൊരു ധൈര്യമാണ് ഇവർക്കുണ്ടായതെന്ന് ഓർക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം സമുദായത്തിൻ്റെ ദാരുണമായ അവസ്ഥ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശക്തമായി പഠിപ്പിച്ചു തന്നു. ഇനി മാത്രമല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ദുആ ചെയ്യുന്നതിൻ്റെ രൂപം പറഞ്ഞു തരുന്നുണ്ട്. അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ വഅസ്ലിഹ് ലീ ശഅനി കുൽ ലാ ഇലാഹ ഇല്ലാ അൻത. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെങ്കിലും പ്രയാസം വന്നാൽ ഉടനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യുന്ന, അവരെ വിളിച്ച് ദുആ ചെയ്യാൻ കൽപ്പിക്കുന്ന അത്തരം ആളുകളുടെ മുന്നിലാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസം കുരുമ്പിൽ കൊള്ളുമ്പോൾ വിഷമഘട്ടങ്ങളിലേക്ക് വീണുപോയവൻ എന്ത് ദുആ ചെയ്യണമെന്നതുകൂടി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ എന്നിലേക്ക് ഏൽപ്പിച്ചു തരലേ റബ്ബേ. എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ, ഒന്നും നീ എന്നിലേക്ക് ഏൽപ്പിച്ചു തരല്ലേ റബ്ബേ. അങ്ങനെ വന്നാൽ ഞാൻ തകർന്നു പോകുമെന്നതല്ലേ അതിൻ്റെ അർത്ഥം. വാസുലിഹി ലീ ശഅനി കുല്ല, എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നേരെയാക്കി തരണേ അല്ലാഹുവേ, നീ എനിക്ക് നേരെയാക്കി തരണേ. ഇതല്ലേ മുൻഗാമികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ ഒരൊറ്റ പ്രാർത്ഥന പോലും നമുക്ക് നോക്കാമല്ലോ. ഇന്നീ സംവാദം അവസാനിക്കുന്നതിനിടയ്ക്കെവിടെയെങ്കിലും ഈ വിഭാഗത്തിൽ നിന്ന്, സമസ്ത വിഭാഗത്തിൽ നിന്ന് ഒരു ഹദീസ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് യാ നബി യാ വലി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ലഫ്ള് കിട്ടുമെങ്കിൽ നോക്കിക്കോ പ്രിയപ്പെട്ടവരെ, ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞൊരു സംഗതിയുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ,
ആ ആളുകളുടെ കയ്യിൽ ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവിൻ്റെ കഷണമില്ല. എന്തെങ്കിലും തെളിവായി കൊണ്ടുവരുന്നതാവട്ടെ അതൊരിക്കലും തെളിവിന് ബാധകവുമല്ല. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച വിഷയമാണിത്. ഇനി നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. പരിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഒന്നുപോലും അല്ലാഹു അല്ലാത്തവരോട് ഇല്ല, അല്ലാഹു അല്ലാത്തവരോട് ദുആരക്കലില്ല. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങി സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന പ്രവാചകന്മാർ, പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു. പക്ഷെ ഒരിടത്തും അല്ലാഹു അല്ലാത്ത ഒരു നബിയെയോ ഒരു വലിയെയോ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, വിളിച്ച് ദുആ ചെയ്യുന്ന രൂപത്തിൽ ഒരു പ്രാർത്ഥനയുടെ കഷണം ഇൻഷാ അല്ലാഹ് ഇത് തീരുന്നതുവരെ ഉദ്ധരിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഖുർആനിൽ നിന്ന് റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പോലെ യാ വലിയല്ലാ എന്നോ യാ നബിയല്ലാ എന്നോ തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ഇവിടുന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ ഇൻഷാ അല്ലാഹ് അതോടെ തീർന്നു, അതോടെ തീർന്നു. കാരണം എന്താണെന്നറിയോ? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ അല്ലാഹുവിൻ്റെ കൽപ്പന ഉണ്ടെങ്കിൽ അതെല്ലാവരും സ്വീകരിക്കേണ്ടതാണല്ലോ. അതില്ലാത്തിടത്തോളം കാലം അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നതല്ലാതെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നത് അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരൊറ്റായത്ത് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ട ഒരു വർത്തമാനം, ഒരു ചോദ്യം അത് ഈ സദസ്സിൻ്റെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ ചോദിക്കുകയാണ്, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഖുൽ നബി നീ പറയുക, അഫറഅയ്തും നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്, നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ ദുആരക്കുന്ന വസ്തുക്കളെ കുറിച്ച് നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരൂ. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു എനിക്ക് വല്ല ദുരിതവും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാമാന്യ പദമാണ്, നെക്കിറയാണ്. ഏതെങ്കിലും ഒരു ദുരിതം അല്ലാഹു എനിക്കുദ്ദേശിച്ചാൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഏതെങ്കിലും ഒന്നിന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ കഴിയുമോ? അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ ചോദ്യമാണ്. ഉസൈർ അലൈഹിസ്സലാമിനെ വിളിച്ചവരുണ്ട്, ഈസാ നബിയെ വിളിച്ചവരുണ്ട്, മലായിക്കത്തിനെ വിളിച്ചവരുണ്ട്, ജിന്നുകളെ വിളിച്ചവരുണ്ട്, കല്ലിനെ വിളിച്ചവരുണ്ട്, മരത്തെ വിളിച്ചവരുണ്ട്. എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തി അല്ലാഹ് ചോദിക്കുകയാണ്, ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവ ഏതെങ്കിലും ഒന്ന് എന്നെ പ്രയാസം നീക്കിത്തരാൻ കഴിയുള്ളതുണ്ടോ? ഔ അറാദനി ബിറഹ്മ, അല്ലെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം എനിക്ക് തടഞ്ഞു വെക്കാൻ, നിലമ കൊടുപ്പാനും നിലമ കളയാനും നാഥൻ അവർക്ക് അനുവാദം കൊടുത്തോവർ എന്ന് പറയുന്ന മുൽക്കിയത്തിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ, അല്ലാഹുവിൻ സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള വിഷയങ്ങളാണ്. അല്ലാഹു ഒരു അനുഗ്രഹം എനിക്ക് തന്നാൽ അതെടുത്തു കളയാൻ പറ്റിയവൻ ആരാ ഉള്ളത്? ആ അനുഗ്രഹം എന്നിൽ നിന്ന് തടയാൻ, അതിൽ നിന്ന് തടയാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഉറപ്പിച്ച് തറപ്പിച്ചെല്ലാവരും പറഞ്ഞോ, ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്. പറയൂ നബി, എനിക്കല്ല മതി, എനിക്കല്ല മതി, എനിക്കല്ല മതി. ഈ അല്ലാഹു മതി എന്നതും ദുആവനോട് മാത്രമാവണമെന്നും പറഞ്ഞതന്നെയാണോ നിങ്ങൾ അനിസ്ലാമികമെന്ന് പറഞ്ഞത്? ആ വാദത്തെയാണോ നിങ്ങൾ അനിസ്ലാമികമെന്ന് പറഞ്ഞത്? ഈ പ്രചരിപ്പിച്ച തൗഹീദാണോ അനിസ്ലാമികമെന്ന് പറയുന്നത്? എങ്കിൽ ഖുർആൻ അനിസ്ലാമികമെന്ന് പറയേണ്ടി വരും.
പ്രവാചകന്മാർ നടന്നുപോയ സിറാത്ത് മുസ്തഖീം അനിസ്ലാമിക പാതയാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ദുആയിൽ നിന്നൊന്ന് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് കാണണം. റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവരോട് നമുക്ക് വേണ്ടി റസൂലുള്ള പറഞ്ഞു തന്നത് കാണണം. ഇല്ല, ഒരിടത്തുമില്ല. അതുകൊണ്ട് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നവർ അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൃത്യമായി ആ വിഷയത്തെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, മുജാഹിദ് വിഭാഗത്തിൻ്റെ വിഷയാവതരണമാണ് ഇവിടെ കഴിഞ്ഞത്. വളണ്ടിയേഴ്സിന് അവിടെയുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടെ ഇരിക്കാവുന്നതാണ്. അവിടെ അങ്ങനെ നിൽക്കണം എന്നില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിലെയും മുഖ്യ സംഘാടകർ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. സദസ്സിന് ഒരു അഭംഗിയില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാവുന്നതാണ്. ഇനി സുന്നി വിഭാഗത്തിൻ്റെ വിഷയാവതരണമാണ്. 30 മിനിറ്റ്